ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തിന് ജമ്മുൽ ജവാമീൻ്റെ മത്തിന് ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും, ഒരാഴ്ചത്തോന്നായിട്ട്. വെള്ളിയാഴ്ച രാവിലെ നാട്ടിൽ പോകും. കാരണം അക്കാലത്ത് എനിക്ക് ഖുതുബുണ്ട്. വെള്ളിയാഴ്ച രാവിലെ നാട്ടിൽ പോകും. ജുമഅ കഴിഞ്ഞ് തിരിച്ച് യാസുന്നിക്ക് തന്നെ പോരും. 2:45 ചെങ്ങാനിയിൽ എത്തുന്ന അരീക്കോട്ട് നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറും. മിക്കവാറും ചെങ്ങാനിയിൽ നിന്ന് സീറ്റ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ കുന്നുംപുറത്ത് നിന്ന് എന്തായാലും സീറ്റ് കിട്ടും. ഒതുക്കുങ്ങന്ന് ചെങ്ങാനിയിലേക്ക് പോകുമ്പോൾ കുഴിപ്പുറത്ത് നിന്ന് വരുന്ന ഒരു മീന എന്ന ബസ്സുണ്ട്. അത് ഈ ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് കയറി ഉടനെ സീറ്റ് കിട്ടും. കുളപ്പുറം വരെ ആ സീറ്റിലിരിക്കും. അങ്ങനെ പോക്ക് വരെ കൊണ്ട് ഒരാഴ്ചത്തെ ജമ്മുൽ ജവാമീൻ്റെ മത്തിനെന്ത് ചെയ്യും, ഹിഫ്ളാവും. അത് ഹിഫ്ളാക്കലുണ്ടോയെന്ന് ഉസ്താദ് ചോദിച്ചിട്ടില്ല. ആരാ ഉസ്താദ്? ബഹറുൽ ഉലൂം തുടങ്ങണമെന്ന് പറഞ്ഞു. എല്ലാ ഫന്നിലും ഒരു മത്തിനെങ്കിലും ഹിഫ്ളാക്കണം. ഉസൂരിൽ ജമ്മിൻ്റെ മത്തിനാണ് ഹിഫ്ളാക്കേണ്ടത് എന്നൊരു വാക്ക് പറഞ്ഞതാണ് ഇതിന് പ്രചോദനമായത്. എന്നാൽ ജമ്മ് 2 ജുസും ഫുള്ള് ഓതി തന്ന് തീർത്തു ഷെയ്ഖുന. എന്തെങ്കിലും ചോദിച്ചോ? ഹിഫ്ളാക്കാറുണ്ടോ? ഇല്ല. ഹിഫ്ള് ചൊല്ലിച്ചോ? ചൊല്ലിച്ചിട്ടില്ല. ആ ഒരു വാക്ക് പറഞ്ഞു. അതിൻ്റെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരമായി. ചെറിയ പേപ്പറിൽ എഴുതിയേക്കും, ബസ്സിൽ പിടിക്കാൻ പറ്റണ കാണാതെ പഠിക്കും. ഇങ്ങനെ നമ്മുടെ സമയമൊക്കെ ഇൽമിൽ ചെലവഴിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത്.